വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ആണ്. സോ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. കുറേയൊക്കെ നമ്മൾ പണ്ട് മുതലേ പഠിച്ച കാര്യങ്ങളാണ്. സോ ബേസിക്കലി എന്താണ് മാറ്റർ? മാറ്റർ ക്യാൻ ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ്. ഏതൊരു വസ്തുവിനാണോ മാസ് ഉള്ളത്, ഏതൊരു വസ്തുവിനാണോ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത്, അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക? മാറ്റേഴ്സ് എന്നാണ് പറയുക, അല്ലേ? സോ നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ? എന്ന ഒരു ഐറ്റം കൂടെ ഉണ്ട്, പ്ലാസ്മ. നമുക്കത് ഇപ്പം നല്ല പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സോൾഡ്, ലിക്വിഡ്, ഗ്യാസ് മാത്രം നോക്കിയാൽ മതി. സോൾഡ് ആണെങ്കിൽ കല്ല്, ലിക്വിഡ് ആണെങ്കിൽ വെള്ളം, ഗ്യാസ് ആണെങ്കിൽ ഓക്സിജൻ എന്ന് പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. സോൾഡ് ആണെങ്കിൽ ടാബ്ലറ്റ് ക്യാപ്സൂൾ, ലിക്വിഡ് ആണെങ്കിൽ ഓറൽ സിറപ്പ്, ഗ്യാസ് ആണെങ്കിൽ എയറോസോൾ. ഇങ്ങനെയായിരിക്കും എക്സാമ്പിൾ വരുന്നുണ്ടാവുക കേട്ടോ. സോ നമുക്ക് സോൾഡ് നോക്കാം. സോൾഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര റിജിഡ് ആയിരിക്കും, പിന്നെ ലോക്ക്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. മോളിക്യൂൾസ് തമ്മിൽ സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒഴുകിയൊന്നും പോകത്തില്ല, നമുക്കത് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ലിക്വിഡ് ആണെങ്കിലോ നമ്മൾ ഏതിനകത്താണോ ഒഴിക്കുന്നത് അതിന്റെ ഷേപ്പും ഒക്കെ ആയിട്ട് അത് മാറി നിൽക്കാറുണ്ട്. പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാറുണ്ട്? ഒന്നിന്റെ മേലെ കൂടെ പാസ് ചെയ്ത് പോവാറുണ്ട്, അല്ലേ? അത് മാത്രമല്ല സ്പേസ് വളരെ കുറവാണ്, ഈസിലി ഫ്ലോ ചെയ്യാറുണ്ട്. എന്നാൽ അത്ര കംപ്രസബിൾ അല്ല. നമുക്ക് അങ്ങനെ അധികം ഒന്നും കംപ്രസ് ചെയ്യാൻ വെള്ളമൊന്നും പറ്റില്ല, അല്ലെ? നമുക്കത് അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ പണ്ട് മുതലേ പഠിച്ച കാര്യമാണ്, അപ്പം ഞാൻ അധികം എടുത്ത് പറയുന്നില്ല. ഗ്യാസ് ആണെങ്കിലും ഷേപ്പും വോളിയവും ഏത് കണ്ടെയ്നറിലാണോ ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണോ വെക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. പാർട്ടിക്കിൾസ് ഒന്നിന്റെ മേലെ കൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ഫ്രീ സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഫ്ലോ ഈസിലി കംപ്രസബിൾ ആണ്. നിങ്ങൾക്ക് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്താണ്? ഗ്യാസിനെ നന്നായിട്ട് പ്രഷർ കൊടുത്ത് ലിക്വിഡ് ആക്കുന്ന രീതിയാണ് എന്ത്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പം ഇത് നിങ്ങൾ വായിച്ചു നോക്കുക, അത്ര വലിയ പാടുള്ള സംഭവമൊന്നുമല്ല. ഇനി കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. സോ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആദ്യം അറിയേണ്ടത് പ്യുവർ സബ്സ്റ്റൻസ് അറിയേണ്ടത്. സോ പ്യുവർ സബ്സ്റ്റൻസ് പ്യുവർ ആണ്. അപ്പോൾ ഏതോ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അല്ലേ? അതായത് ഒരൊറ്റ മാറ്റർ അല്ലെങ്കിൽ ഏതാണോ എല്ലാ പ്രോപ്പർട്ടിയും അടങ്ങിയിട്ടുള്ള ഒരൊറ്റ മാറ്ററിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുക. സോ എല്ലാ സാമ്പിളിലും എവിടെ നിന്നെടുത്താലും അതൊരൊറ്റ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ഒരേ ക്യാരക്ടറുള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. സോ ടൈപ്പ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് എലമെന്റ്സ് ആണ്. സോ കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ്. ചെറിയ സബ്സ്റ്റൻസ് ആയിട്ട് പോലും നമുക്ക് ബ്രോക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. സോ കമ്പോസിഷൻ ഓഫ് ആറ്റം മോസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ. സോ ബേസിക്കലി ആറ്റം ആയിരിക്കും എന്റെ ബേസിക് കമ്പോസിഷൻ. ആറ്റം പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സിംഗിൾ യൂണിറ്റ്സ് ആണ് ആറ്റം. മോളിക്യൂൾസ് ആണെങ്കിൽ രണ്ട് ആറ്റം ചേർന്നാൽ എന്ത് പറയും? അതേ മോളിക്യൂൾ എന്ന് പറയും. അപ്പൊ സിംഗിൾ ആറ്റത്തിന് എക്സാമ്പിൾ എന്താണ്? നിയോൺ ആണ്. രണ്ട് ആറ്റം ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് ഏത് എക്സാമ്പിൾ പറയാം? O2, അല്ലെ? ഓക്സിജൻ O2, അല്ലെങ്കിൽ H2 എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാം. സോ ഇതാണ് എന്ത്? എലമെന്റ്സ്. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സിംപ്ലസ്റ്റ് പാർട്ട് ഉണ്ട്. ഫർദർലി നമുക്ക് അതിനെ ബ്രോക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫർദർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി കോമ്പൗണ്ട്സ് ആണെങ്കിലോ രണ്ടും അല്ലെങ്കിൽ അതിൽ കൂടുതൽ എലമെന്റ്സുകൾ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയും. ഇപ്പൊ വെള്ളം, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1, എന്നാൽ മാത്രമേ എന്താവുള്ളൂ? അതൊരു കോമ്പൗണ്ട് ആയിട്ട് മാറുള്ളൂ. ഡെഫിനറ്റ് റേഷ്യോ ഉണ്ട്, ഇത്ര തന്നെ വേണം എന്നുള്ള നമുക്ക് കണക്കുണ്ട് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട്സ് എന്ന് പറയുക. ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്, ഇത് +2 നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. ഇനി മിക്സ്ചേഴ്സ് ആണെങ്കിലോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എലമെന്റ്സുകൾ ചേർന്നാലാണ് ആൻഡ് കോമ്പൗണ്ട്സ് നോട്ട് കെമിക്കലി കമ്പൈൻഡ് ടുഗദർ. സോ കെമിക്കലി അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ വൈസ് നോക്കുവാണെങ്കിൽ എന്താണ്? അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരേപോലെ അല്ല, ഒരേ ക്യാരക്ടർ അല്ലാത്ത സാധനങ്ങളാണ്. അതിൽ തന്നെ ഹോമോജിനസ് മിക്സ്ചർ ഉണ്ട്. ഹോമോജിനസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം കമ്പോസിഷൻ ആയിരിക്കും. പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാം ഈവൻലി ആയിരിക്കും, സിംഗിൾ ഫേസ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സൊല്യൂഷൻ. അതായത് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ പഞ്ചസാര വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് പഞ്ചസാര എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് ഹോമോജിനസ് ആയിട്ട് മിക്സ് ആവും, അല്ലേ? അതാണ് എക്സാമ്പിൾ. രണ്ട് ഹെട്രോജിനസ് ആണ്, നോൺ യൂണിഫോം കമ്പോസിഷൻ ആണ്, പാർട്ടിക്കിൾസ് അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, മൾട്ടിപ്പിൾ ഫേസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ സസ്പെൻഷൻ. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ കുറച്ച് മണ്ണെടുത്ത് വെള്ളത്തിൽ കലക്കിയാൽ അതിൽ കുറച്ച് വെള്ളത്തിൽ കലരും, കുറച്ച് കലരത്തില്ല, മാറിക്കിടക്കും, കുറച്ച് പൊങ്ങിക്കിടക്കും. അപ്പോൾ അതേപോലെ ഡിഫറെന്റ് ഫേസ് ഉണ്ടായിരിക്കും, ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവില്ല, കുറച്ച് അവിടെ കുറച്ച് ഇവിടെ അങ്ങനെ ഉണ്ടായിരിക്കും, നോൺ യൂണിഫോം കമ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് പറയുക? ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ച് പോയാൽ മതിയാകും.
ഇനി ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇത് നിങ്ങൾക്ക് അറിയാം. സോ മെൽറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സോളിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മെൽറ്റിംഗ് എന്ന് പറയുക. വേപ്പറൈസേഷൻ എന്താണ്? ലിക്വിഡ് ടു ഗ്യാസ് ആണ്. സബ്ലിമേഷൻ സോളിഡ് ടു ഗ്യാസ്. കണ്ടൻസേഷൻ ഗ്യാസ് ടു ലിക്വിഡ്. ഫ്രീസിങ് ലിക്വിഡ് ടു സോളിഡ്. ഡെപ്പോസിഷൻ ഗ്യാസ് ടു സോൾഡ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്സ് തന്നു തുടങ്ങുന്നതാണ്. നമ്മൾ പറയാൻ പോകുന്ന ലേറ്റന്റ് ഹീറ്റ് ആണ്. ജസ്റ്റ് സിമ്പിൾ ഡെഫിനിഷൻ ആണ്. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് എ സബ്സ്റ്റൻസ്. അപ്പോൾ 1 gram ഓഫ് സബ്സ്റ്റൻസിന് എത്രത്തോളം ഹീറ്റ് നമുക്ക് റേസ് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ലേറ്റന്റ് ഹീറ്റിനെ പറയുന്നത്. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് നോക്കിയാലോ. അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് മെൽറ്റ് ആവുകയാണെന്ന് വെച്ചോളൂ. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് മെൽറ്റ് ആവുകയാണെന്ന് വെച്ചോളൂ. ആ സമയത്ത് ഇറ്റ് അബ്സോർബ് എനർജി ടു ബ്രേക്ക് ദ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഇറ്റ്സ് പാർട്ടിക്കിൾ വിത്തൗട്ട് റൈസിങ് ഇൻ എ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഈ ടെമ്പറേച്ചർ റേസ് ആകുമ്പോഴും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലായി റേസ് ആയി അബ്സോർബ് ആകുമ്പോഴാണല്ലോ ഈ പാർട്ടിക്കിൾസുകളൊക്കെ മാറ്റങ്ങൾ വരിക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എത്രത്തോളം നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു അത്രത്തോളം അത് ടെമ്പറേച്ചർ റേസ് ചെയ്യില്ല. ടെമ്പറേച്ചർ റേസ് ചെയ്യാതെ ഈ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യുന്നു? റീ അറേഞ്ച് ചെയ്യും. ഈ ഒരു പരിപാടിയാണ് എന്ത് പറയുക? ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഒന്നും കൂടെ പറയാം. സോളിഡ് മെൽറ്റ് ആവുമ്പോഴത്തേക്കും, ക്രിസ്റ്റലൈൻ സോളിഡ് മെൽറ്റ് ആവുമ്പോഴത്തേക്കും ഹീറ്റ് ഇൻ ദ സെൻസ് ഓഫ് എനർജീനെ അബ്സോർബ് ചെയ്ത് ഓർഡർലി അറേഞ്ച്മെന്റിനെ മാറ്റുന്ന രീതിയാണ്, പക്ഷെ വിത്തൗട്ട് റൈസിങ് ടെമ്പറേച്ചർ. സോ ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ എന്താണ്? ഇവിടെ ലേറ്റന്റ് ഹീറ്റ് ഇൻവോൾവിംഗ് ആണ്. മെൽറ്റിംഗ്, ഫ്രീസിങ്, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ. സോ സെക്കൻഡ് ഓർഡർ ട്രാൻസിഷനിൽ ലേറ്റന്റ് ഹീറ്റ് ഇൻവോൾവ് ആവില്ല. അവിടെ ഗ്ലാസ് ട്രാൻസിഷൻ ഇൻ അമോർഫസ് സോളിഡ്. സോ ഇവിടെ നമ്മൾ ഗ്ലാസ് ട്രാൻസിഷൻ ഒക്കെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഈ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾക്ക് ഉപയോഗം വരും. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് മനസ്സിലായല്ലോ, 1 gram ഓഫ് സബ്സ്റ്റൻസ്. സോ ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് മനസ്സിലായല്ലോ, ഓർഡർലി അറേഞ്ച്മെന്റ് മാറുന്നു, ബ്രേക്ക് ഡൗൺ ആവുന്നു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് വേപ്പർ പ്രഷർ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ തിളച്ച വെള്ളം നമ്മൾ എന്തെങ്കിലും അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ടോ? അടയ്ക്കാറുണ്ട് അല്ലേ? അടച്ചു വെക്കുമ്പോൾ അതിന്റെ സർഫസിൽ ഇങ്ങനെ വേപ്പറൈസേഷൻ കാരണം കുറച്ച് ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഉണ്ടാവില്ല. ഇത് വേപ്പറൈസേഷൻ. അത് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേപ്പറായിട്ട് മേലോട്ട് പോകുന്നതാ അല്ലേ? സോ ഈ വേപ്പറായിട്ട് തിരിച്ച് വെള്ളത്തുള്ളിയായിട്ട് തിരിച്ച് താഴെ വീഴില്ലേ? അതെന്താ പറയാ? കണ്ടൻസേഷൻ. അതെങ്ങനെ നടക്കുന്നത്? ആദ്യം തിളച്ച വെള്ളം ഉണ്ടാവും, അതെന്ത് ചെയ്യുന്നു? വേപ്പേഴ്സ് ആയിട്ട് മേലോട്ട് പോകും അല്ലെ? ചൂട് കാരണം വേപ്പേഴ്സ് ആയിട്ട് മേലെ പോകുന്നു, അതിൽ തുള്ളികൾ ഉണ്ടാകും, ആ തുള്ളികൾ താഴെ തിരിച്ചൊന്ന് വീഴുന്നു. അപ്പം മനസ്സിലായല്ലോ, ഇതാണ് കണ്ടൻസേഷൻ. സോ നമുക്കതറിയാം. ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ വേപ്പർ സാച്ചുറേറ്റ് ആവും. ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുമ്പം സാച്ചുറേറ്റ് ആവുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു? പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? വേപ്പർ പ്രഷർ എന്ന് പറയാം. അറ്റ് ഇക്വിലിബ്രിയം ദ വേപ്പർ ഈസ് സാച്ചുറേറ്റഡ് ആൻഡ് ദ പ്രഷർ ഈസ് എക്സേർട്ട് ഈസ് ദ വേപ്പർ പ്രഷർ. സോ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ലിക്വിഡും വേപ്പർ പ്രഷറും ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ലിക്വിഡിന്റെ ഫേസ് ചെയ്താൽ വേപ്പറിന്റെ ഫേസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഫോർമുല പറയുവാണെങ്കിൽ പി സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എക്സ് സോൾവെന്റ് പി സോൾവെന്റ്. ഇതാണ് ഫോർമുല വരുന്നത്. അപ്പോൾ വേപ്പർ പ്രഷർ മനസ്സിലായില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് വേപ്പറൈസേഷൻ, എന്താണ് കണ്ടൻസേഷൻ മനസ്സിലാക്കാം. അതിനുശേഷം എന്ത് മനസ്സിലാക്കാം? സാച്ചുറേറ്റ് ആവുന്നു, പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു, ദാറ്റ്സ് കോൾഡ് വേപ്പർ പ്രഷർ. എളുപ്പമല്ലേ? നെക്സ്റ്റ് ഒന്ന് സബ്ലിമേഷൻ ആണ്. എളുപ്പമാണ്, ഒന്നുമില്ല. സോൾഡ് ഡയറക്ട്ലി ഗ്യാഷ്യസ് സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുക, ലിക്വിഡ് സ്റ്റേജിൽ കടന്നു പോവില്ല. അപ്പോൾ അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഫേസ് അവിടെ ഇല്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഭയങ്കരമായിട്ട് എനർജി എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്ട്ലി ഗ്യാസ് ഫേസിലേക്ക് പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡ്രൈ ഐസ്, സോളിഡ് CO2 ഒക്കെ എക്സാമ്പിൾ ആണ്. സബ്ലിമേഷൻ ഡയറക്ട്ലി ഇൻടു കാർബൺ ഡൈ ഓക്സൈഡ് റൂം ടെമ്പറേച്ചർ. ആർഡിൻ ക്രിസ്റ്റൽസ് എക്സാമ്പിൾ ആണ്. നാഫ്തലിൻ എക്സാമ്പിൾ ആണ്. ഇതൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചതാണ്? 8ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ സബ്ലിമേഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫ്രീസ് ഡ്രൈയിങ് പ്രോസസ്സ്. നമ്മുടെ ഫുഡൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഡ്രഗ്സും ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? ഫ്രീസ് ഡ്രൈയിങ് പ്രോസസ്സ്. നിങ്ങൾ പഠിക്കും കേട്ടോ. ഇനി എന്താണ് ഫ്രീസ് ഡ്രൈയിങ് എന്നൊക്കെ പഠിക്കാനുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് സബ്ലിമേഷൻ. പ്രിന്റിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ഡൈ സബ്ലിമേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ സർഫസിലൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും കൂടെ സബ്ലിമേഷന് എക്സാമ്പിളാണ്. ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല. സോ ഞാൻ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് പഠിക്കൂ. ബിക്കോസ് നിങ്ങൾക്ക് അത് ഒരുപാട് ഉപയോഗം വരും. സബ്ലിമേഷൻ ആയിട്ട് തന്നെ ചോദിക്കുവാണെങ്കിൽ ഉപയോഗം വരും. Next one is triple point. The triple point of a substance is a specific combination of temperature and pressure where substance can exist simultaneously in all three states of matter: solid, liquid and gas. ഏതെങ്കിലും ഒരു വസ്തു സോളിഡായും ലിക്വിഡായും ഗ്യാസായും ഒരേപോലെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
ടെമ്പറേച്ചറിലും പ്രഷറിലും കോമ്പിനേഷൻ ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് ആയിട്ടാണ് കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുക. സോ ഇറ്റ് റെപ്രസെന്റ് ദ യുണീക് സെറ്റ് ഓഫ് കണ്ടീഷൻ വെയർ 3 phase are thermodynamically equilibrium. സോ ബേസിക്കലി അത് തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം ആയിരിക്കും. വെള്ളമാണെങ്കിൽ ട്രിപ്പിൾ പോയിന്റ് എന്ന് വെച്ചാൽ 0.1°C ആൻഡ് 0.006 ATM പ്രഷറിലും ആയിരിക്കും. വെള്ളമാണെങ്കിൽ 0.001°C 0.006 ATM പ്രഷറിലും ആയിരിക്കും എന്ത് ചെയ്യുക, വെള്ളത്തിന് ട്രിപ്പിൾ പോയിന്റ് വരിക കേട്ടോ. സോ സിഗ്നിഫിക്കൻറ്റ് പറയുവാണെങ്കിൽ ട്രിപ്പിൾ പോയിന്റ് ക്യാൻ യൂസ് ടു കാലിബ്രേറ്റ് തെർമോമീറ്റേഴ്സ് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ പോയിന്റ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല ട്രിപ്പിൾ പോയിന്റ് സയന്റിസ്റ്റിനെയും എഞ്ചിനീയേഴ്സിനും ഒക്കെ ലൈക്ക് ഓരോ ഫേസുകൾ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ടെമ്പറേച്ചറും പ്രഷറും ഉണ്ട് ഒരു സാധനത്തിന് സോൾഡായും ലിക്വിഡായും ഗേസ് ആയിട്ട് വരും സൈമൾട്ടേനിയസ്ലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, ഒരേപോലെ നിൽക്കാനായിട്ട് പറ്റുന്ന രീതിയാണ്. നെക്സ്റ്റ് വൺ ഇസ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. സോ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് വിച്ച് ദ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫേസ് ഓഫ് ദ സബ്സ്റ്റൻസ് ബിക്കം ഇൻഡിസ്റ്റിങ്വിഷബിൾ. നമുക്ക് ഇവിടെ അറിയാനേ പറ്റത്തില്ല. ഒന്നും കൂടെ പറയാം, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സബ്സ്റ്റൻസ് ടെമ്പറേച്ചറിലും പ്രഷറും അറ്റ് വിച്ച് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫേസ്, സോ ലിക്വിഡിലും ഗ്യാസ് ഫേസിലും ഉണ്ടായിരിക്കും ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലും പ്രഷറിലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബേസിക്കലി അത് ലിക്വിഡ് ആണോ ഗ്യാസ് ഫേസ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും at which the liquid and gas phase of the substance become indistinguishable. കാരണം ലിക്വിഡും ഗ്യാസ് ഫേസ് നമുക്ക് അറിയാനേ പറ്റില്ല ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലും പ്രഷറിലും. അപ്പൊ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ കീ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ, ഇൻക്രീസിംഗ് പ്രഷർ ക്യാൻ നോട്ട് ലോങ്ങർ കണ്ടൻസ് ദ ഗ്യാസ് ഇൻ ടു ലിക്വിഡ്. നമ്മൾ ഇൻ കേസ് പ്രഷർ കൂട്ടുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നോ ലോങ്ങർ കണ്ടൻസ് ദ ഗ്യാസ് ഇൻ ടു ലിക്വിഡ്. സോ പിന്നെ ഗ്യാസിന് എന്ത് ചെയ്യില്ല, ഒരിക്കലും ലിക്വിഡ് കണ്ടൻസ് ചെയ്യില്ല. The physical property of the liquid and gas become identical. സോ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതായത് ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കുവാണെങ്കിൽ രണ്ടും ഒരുപോലെ ഉണ്ടാവും. ഗ്യാസ് നമുക്കറിയാം, ഓൾറെഡി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അറിയാം, ലിക്വിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി അറിയാം. ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല, ഏതാ ലിക്വിഡ് ഏതാ ഗ്യാസ് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല ഈ ഒരു സ്റ്റേറ്റിന് ചില സമയത്ത് സൂപ്പർ ക്രൂഷ്യൽ ഫ്ലൂയിഡ്സ് എന്ന് പറയാറുണ്ട്. എന്താണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് കേട്ടോ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് എന്ന് പറയാറുണ്ട്. ഈ ഒരു ഫേസ് നമ്മൾ എന്ത് പറയാറുണ്ട്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വാട്ടർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 374°C ക്രിട്ടിക്കൽ പ്രഷർ 218 ATM ആണെങ്കിൽ അതെന്ത് പറയുക, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. അപ്പൊ ഈ സമയത്ത് ലിക്വിഡോ ഗ്യാസ് ഫേസോ എന്ത് ചെയ്യില്ല, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുക. ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ആർ used in decaffeination of coffee and tea. സോ കോഫീൻ്റെയും ടീൻ്റെയും ഡീകാഫിനേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിന് കഫീനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് മാത്രമല്ല ദേ ആർ ഓൾസോ എംപ്ലോയ്ഡ് ഇൻ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്. സോ ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെ നമ്മൾ ഈ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ഒക്കെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ചില ഡ്രഗ്സിനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ സിമ്പിളാണ്, ഒന്നുമില്ല, നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് യൂട്ടറ്റിക് മിക്സ്ചർ. സോ യൂട്ടറ്റിക് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. നമ്മൾ ലാബിലൊക്കെ നിങ്ങൾ ഇനി ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ യൂട്ടറ്റിക് മിക്സ്ചർ ഈസ് എ 2 component system where components are completely miscible in the liquid state but completely immiscible in the solid state. ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് മിസ്സിബിളും സോൾഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇമ്മിസിബിളും ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു വേഴ്സറ്റാലിറ്റി കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആയി പോകും, ഇത് എന്താണ് സോൾഡ് ആണോ അല്ലെങ്കിൽ ഇത് ലിക്വിഡ് ആണോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. കാര്യം ലിക്വിഡിൽ മിസ്സിബിളും ആകും, സോൾഡിൽ ഇമ്മിസിബിളും ആകും. സോ അറ്റ് ദ യൂട്ടറ്റിക് ടെമ്പറേച്ചർ ദ മിക്സ്ചർ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പം യൂട്ടറ്റിക് ടെമ്പറേച്ചറിലാണെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, മിക്സ്ചർ ലിക്വിഡ് സ്റ്റേറ്റിലും ബിലോ ടെമ്പറേച്ചറിലാണെങ്കിൽ സെപ്പറേറ്റ് സോൾഡ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുക. ഒന്നും കൂടെ പറയാം, യൂട്ടറ്റിക് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, ലിക്വിഡ് സ്റ്റേറ്റിലും ടെമ്പറേച്ചർ കുറയുവാണ് എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സോൾഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. ദ യൂട്ടറ്റിക് ടെമ്പറേച്ചർ ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ മിക്സ്ചർ മെൽറ്റ്. അത് യൂട്ടറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ മെൽറ്റ് ആകാനായിട്ട് എടുക്കുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സോ എക്സാമ്പിൾ ഉണ്ട്, സലോൾ തൈമോൾ മിക്സ്ചർ ആണ്. സോ യൂട്ടറ്റിക് ടെമ്പറേച്ചർ 13°C, കമ്പോസിഷൻ തൈമോൾ സലോൾ ഉണ്ട്. സോ എബോവ് 13°C മിക്സ്ചർ ലിക്വിഡും ബിലോ ആണെന്നുണ്ടെങ്കിൽ സോൾഡും ആയിരിക്കും.
സോ നിങ്ങൾക്ക് ബേസിക്കലി ഇങ്ങനത്തുള്ള കമ്പോസിഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് എക്സാമ്പിൾ എങ്കിലും മനസ്സിലാക്കി വെക്കണം. ഈ തൈമോൾ ക്യാംഫർ മിക്സ്ചർ ഉണ്ട്, അത് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനിലുള്ളതാണ്. അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഡ്രഗ് ഫോർമുലേഷന്റെ സോലബിലിറ്റിയും ബയോ അവൈലബിലിറ്റിയും കൂട്ടാൻ വേണ്ടി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല ഈ ക്രയോജനിക് പ്രോസസ്സ് പിന്നെ തേർമൽ സ്റ്റോറേജ് സിസ്റ്റത്തിലൊക്കെ നമ്മളെ ഈ യൂട്ടറ്റിക് മിക്സ്ചർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് യൂട്ടറ്റിക് മിക്സ്ചർ. ഒന്നും കൂടെ പറയാം, 2 കമ്പൗണ്ട് സിസ്റ്റം ആണ്. കംപ്ലീറ്റ്ലി മിസിബിളും ആകും, പിന്നെ കംപ്ലീറ്റ്ലി ഇമ്മിസിബിളും ആകും. ലിക്വിഡ് ആണെങ്കിൽ മിസിബിൾ, സോൾഡ് ആണെങ്കിൽ ഇമ്മിസിബിൾ. ഈ 2 കാര്യമുണ്ട്. ഒരു കാരണവശാൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് മറന്നു പോകാൻ പാടില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഗ്യാസ് ആണ്. ഗ്യാസ് ഞാൻ പറയണ്ടല്ലോ അല്ലെ, ഒരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാറ്റർ ആണ്. ഹൈലി കംപ്രസിബിലിറ്റി ഉണ്ട്, ലോ ഡെൻസിറ്റി ആണ്. അതുമാത്രമല്ല നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഫില്ല് ചെയ്യുന്നത് അതിന്റെ ഷേപ്പിനനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ഫിക്സഡ് ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതും കാര്യങ്ങൾ അറിയാന്നുള്ള കാര്യങ്ങളാണ്, ഞാൻ പറയുന്നില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് കൈനറ്റിക് മോളിക്കുലർ തിയറി. സോ ബേസിക്കലി ഇവിടെ നമ്മൾ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് പറയുവാണ് ചെയ്യുന്നത്. എല്ലാ മാറ്ററും ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് ആണ് ഉള്ളത് അല്ലേ. പാർട്ടിക്കിൾസ് റിലേറ്റീവ്ലി ടു ദിയർ സൈസ് ആണ്, ദൂരെയാണുള്ളത് അല്ലേ. ഗ്യാസിന് എങ്ങനെയാണ് ദൂരെയുള്ളത്. ആൻഡ് ഡൈമെൻഷലി പോയിന്റ് ഓക്യുപ്പൈ 0 വോളിയം. സോ ബേസിക്കലി എന്താണ്, അതിന് 0 വോളിയം ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. റാപ്പിഡ് ആണ്, റാൻഡം ആണ്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. പിന്നെ അതുമാത്രമല്ല ഇത് തമ്മിൽ വലിയ അട്രാക്റ്റീവ് ഫോഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് പാർട്ടിക്കിൾസ് കൊളോയിഡ് ചെയ്യാറുണ്ട്. എനർജി കൺസർവേഷൻ ഇൻ പെർട്ടിക്കിൾ കൊളിഷൻ. സോ അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കിൾസ് കൊളിഷൻ ചെയ്യുന്ന സമയത്ത് എനർജി കൺസർവേഷൻ ഉണ്ടാവാറുണ്ട്. ആൻഡ് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ഇസ് പ്രൊപ്പോർഷണൽ ടു ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. സോ ഈ മേലെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചതും നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബേസിക് ആയിട്ട് ഞാൻ ഇത് ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. കാര്യം എന്തുകൊണ്ടാണ്, ഗ്യാസിനാണെങ്കിൽ ടൈനി പാർട്ടിക്കിൾസ് ആണ്, അത് റിലേറ്റീവ്ലി ദൂരെയാണ് ഉള്ളത്. പിന്നെ അത് തമ്മിൽ ഒരു ഫോഴ്സോ കാര്യങ്ങളോ ഇല്ല. അത് തമ്മിൽ വന്ന് ഇടിക്കുന്ന സമയത്ത് ഒരു കൊളിഷൻ നടക്കുന്നുണ്ട്, അവിടെ എനർജി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് വെറുതെ കൊളാക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് നമ്മൾ ഓരോ ലോ പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് കേട്ടോ. സോ ഗ്യാസ് ലോ ഡിസ്ക്രൈബ് ദ ബിഹേവിയർ ഓഫ് ഗ്യാസ് അണ്ടർ വേരിയസ് കണ്ടീഷൻ ഇൻ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഓരോ ഗ്യാസ് ലോസ് ആണ്. സോ ഈ ഗ്യാസ് ലോ എന്താ പറയുന്നത് വെച്ചാൽ ഓരോ പ്രഷറിലും വോളിയത്തിലും ടെമ്പറേച്ചറിലും എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ബോൾസ് ലോ ആണ്. സോ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് പ്രഷർ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ PV ഈസ് ഈക്വൽ ടു KPV ഈസ് ഈക്വൽ ടു KPV ഈസ് ഈക്വൽ ടു K. സോ വേറെ K എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സോ എക്സ്പ്ലനേഷൻ പറയുവാണെങ്കിൽ ഇഫ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസ് വോളിയം ഡിക്രീസ് ആൻഡ് വൈസ് വെർസ. പ്രഷർ ഓഫ് ദ ഗ്യാസ് കൂടുവാണെങ്കിൽ വോളിയം കുറയുവാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഈ ബ്രീത്തിങ് മെഷീൻസും ഒക്കെ അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സും ഒക്കെ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് യൂസ്. അപ്പോൾ PV ഈസ് ഈക്വൽ ടു KPV അങ്ങനെ പഠിച്ചാലും മതി കേട്ടോ. സോ ഇത് മാത്രമേ ഉള്ളൂ ബോയ്സ് ലോ. ഇത് എളുപ്പമാണ്, നിങ്ങൾ പഠിച്ചു വരും. നെക്സ്റ്റ് വൺ ചാൾസ് ലോ ആണ്. കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചറിലായിരിക്കും. കെൽവിനിലാണ് കേട്ടോ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. കോൺസ്റ്റന്റ് പ്രഷർ, വോളിയം ഓഫ് ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ. സോ മാത്തമാറ്റിക്കലി പറയുവാണെങ്കിലോ V/T ഈസ് ഈക്വൽ ടു K ആണ്. K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സോ ഹീറ്റിംഗ് എ ഗ്യാസ് ഇൻക്രീസ് ഇറ്റ് വോളിയം. നമ്മൾ ഗ്യാസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയം കൂടുകയും അങ്ങനെ കൂള് ചെയ്ത് കഴിയുമ്പോൾ അത് കുറയുകയും ചെയ്യുന്നു അല്ലേ. നമുക്കത് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ആൻഡ് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഹോട്ട് എയർ ബലൂൺ എക്സ്പാൻഡ് ചെയ്യും ചൂട് കൂട്ടുമ്പോൾ അല്ലെ, ഈ ഒരു പരിപാടി. സോ അത് മാത്രമല്ല ഇത് വെതർ പാറ്റേൺസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ലോ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ എക്സ്പ്ലനേഷൻ എങ്കിലും പഠിച്ചു വെക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണല്ലേ ഈ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് കാര്യം. അതിനാണ് ഞാൻ എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് അവഗാഡ്രോ ലോ ആണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു നമ്പർ ഓഫ് മോൾസ്. എത്ര മോൾസ് ഉണ്ടോ അതിന് പ്രൊപ്പോർഷനിലായിരിക്കും എന്ത്, വോളിയം ഓഫ് ഗ്യാസ്. സോ V is directly proportion to N.
സോ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ആഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ വോളിയം കൂടും. ഇപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ദ വോളിയം അല്ലേ. സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ മോളാർ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഗ്യാസ് റിയാക്ഷൻസും കാൽക്കുലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഒന്നും കൂടെ പറയാം, കോൺസ്റ്റന്റ് പ്രഷറിലും ടെമ്പറേച്ചറിലും വോളിയം ഓഫ് ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ദ നമ്പർ ഓഫ് ദി മോൾസ് ആയിരിക്കും. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എൻ. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ഗേ ലുസാക്സ് ലോ ആണ്. സോ എളുപ്പമാണ് കേട്ടോ. ജോസഫ് ഗേ ആണ്, പുള്ളിക്കാരനാണ് ഈ ഒരു കണ്ടുപിടിച്ചത്. ലൈക്ക് കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നു. ഇവിടെ എന്താണ്, കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നു. Pressure exerted by a fixed mass of gas is directly proportional to its absolute temperature. Temperature കെൽവിനിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്, പ്രഷർ എക്സേർഡ് ബൈ എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ്. സോ ഒരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഉണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ. സോ മാത്തമെറ്റിക്കലി പറയുവാണെങ്കിൽ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ടി അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം, അല്ലെങ്കിൽ പി ബൈ ടി ഈസ് ഈക്വൽ ടു കെ. കെ കോൺസ്റ്റന്റ് ആണ്. സോ വെൻ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഇൻക്രീസ്, നമ്മുടെ കയ്യിൽ ഒരു ഗ്യാസ് ഉണ്ട്, അതിന്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസ്. അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസിന്റെയും കൈനറ്റിക് എനർജി, ദാറ്റ് മീൻസ് മൂവ്മെന്റ് കൂടുകയല്ലേ ചെയ്യാം. ആൻഡ് ദിസ് റിസൾട്ട് ഇൻ മോർ ഫ്രീക്വന്റ് ആൻഡ് ഫോഴ്സ്ഫുൾ കൊളിഷൻ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കും, ഇതെല്ലാം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക, വാൾസിന്റെ കണ്ടെയ്നറിൽ വന്ന് ഇടിക്കുക, അങ്ങനെ എന്ത് ചെയ്യുന്നു, പ്രഷർ കൂടും അല്ലേ. അങ്ങനെ ഇടിക്കുമ്പോൾ പ്രഷർ കൂടുകയും അങ്ങനെ വോളിയം, ലൈക്ക് ഇഫ് ദ വോളിയം റിമെയിൻ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ കൈനറ്റിക് പ്രോപ്പർട്ടിക്ക് അത് നമ്മൾ പഠിച്ചു, അതുകൊണ്ട് നമുക്ക് ഇതൊരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. അത് വായിച്ചവർക്ക് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, പ്രഷർ കുക്കിൽ എങ്ങനെ പെട്ടെന്ന് സാധനം വേവുന്നത്, നമ്മൾ ഇത് സീലാക്കി അടച്ചു വെച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇതിന് ചൂട് കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടുകയും അങ്ങനെ പെട്ടെന്ന് ആഹാരം വേവുകയും ചെയ്യുന്നില്ലേ. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടേഴ്സിലൊക്കെ നമ്മൾ ആ രീതിയിലാണ് പ്രഷർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസ് എങ്ങനെ ബിഹേവിയർ ചെയ്യും എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. എളുപ്പമാണ്, ഒന്നുമില്ല. ഇത് ബേസിക്കലി എങ്ങനെയാണ് ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അത്രയേ ഉള്ളൂ. പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഐഡിയൽ ഗ്യാസ് ലോ ആണ്, പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ഇതാണ് സിമ്പിൾ തിങ്. അതായത് ഇക്വേഷൻ പറയുന്നത് ഐഡിയൽ ഗ്യാസ് ദാറ്റ് റിലേറ്റ് പ്രഷർ, വോളിയം, ക്വാണ്ടിറ്റി ഓഫ് ദ ഗ്യാസ് ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഒരു ബേസിക്കലി ഐഡിയൽ ഗ്യാസിന് അത് പ്രഷറും വോളിയവും ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസും പിന്നെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ്. പി ബി ഈസ് ഈക്വൽ ടു പ്രഷർ, വി വി ഈസ് ഈക്വൽ ടു വോളിയം, എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് ആൻഡ് ആർ ഈസ് ഈക്വൽ ടു ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇത്രയാണ് ഇതിൽ നമ്മുടെ ഈ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷന്റെ എക്സ്പാൻഷൻ പറയുന്നത്. സോ ബേസിക്കലി ഞാൻ ഏതൊക്കെയാണ് ആ ഒരു ഐഡിയൽ ഗ്യാസിന് വേണ്ട നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവർ നോക്കിയത് പഠിക്കുക, ഇല്ലാതൊരു വിട്ടേക്കാം. ബിക്കോസ് അത് എപ്പോഴും അത് ഓർത്തിരിക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത് മാത്രമായിട്ട് അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ ഞാൻ നെക്സ്റ്റ് സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച എല്ലാ ഗ്യാസ് ലോയിനെയും ഒരു സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എക്സാം ടൈമിലൊക്കെ പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കണമെങ്കിൽ ജസ്റ്റ് ഓടിച്ച് നോക്കാൻ പറ്റും, കാരണം ഓരോന്നും എടുത്ത് നോക്കണ്ടല്ലോ. സോ ഇനിയാണ് നമ്മൾ എയറോസോൾസ്, ഇനിയാണ് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ എയറോസോൾ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നമുക്ക് ഡെഫിനേഷൻ ഉണ്ട്, അത് പഠിച്ച് തന്നെ പോകണം. സോ ഫാർമസ്യൂട്ടിക്കൽ എയറോസോൾ ആ സിസ്റ്റം വേർ എ ഡ്രഗ് ഈസ് എയ്തർ ഡിസോൾവ് ഓർ സസ്പെൻഡ് ഇൻ എ ലിക്വിഡ് പ്രൊപ്പലൻ. ഒന്നെങ്കിൽ ഡിസോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിക്വിഡ് പ്രൊപ്പലനിൽ സസ്പെൻഡോ ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. വിച്ച് വേപ്പറൈസ് വെൻ സ്പ്രേ ടു ഫോം എ മിസ്റ്റ് ഓഫ് ദി ഡ്രഗ് ഡെലിവറി. നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇത് വേപ്പർ ആയിട്ടായിരിക്കും പുറത്തേക്ക് പോകണ്ടാവുക കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, അത് ഡ്രഗിനെ ഡിസോൾവോ സസ്പെൻഡോ ചെയ്യും ലിക്വിഡ് പ്രൊപ്പലനിൽ. അത് എപ്പോഴാണോ സ്പ്രേ ചെയ്യുന്ന ആ സമയത്ത് മിസ്റ്റ് ആയിട്ട് ഡെലിവറി ഉണ്ടാവുക. പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ ഇൻക്രീസിംഗ് പ്രഷർ ആൻഡ് കീപ്പിംഗ് ദ ടെമ്പറേച്ചർ ബിലോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ഗ്യാസ് നമ്മളിവിടെ ലിക്വിഫൈ ചെയ്ത് വെക്കുവാണ് ചെയ്യുക. പ്രഷർ കൂട്ടിക്കൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ താഴ്ത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴാണോ അത് അമർത്തുക അപ്പോഴത്തെ എന്ത് ചെയ്യും, പുറത്തേക്ക് തുള്ളിട്ട് പോകും. എങ്ങനെ നിങ്ങൾ സ്പ്രേ അടിക്കുമ്പോൾ ഉണ്ടാവും, അകത്ത് കുലുക്കുമ്പോൾ വെള്ളം പോലെ ഉണ്ടാവും, പുറത്തേക്ക് എടുക്കുമ്പോൾ അത് ഗ്യാസ് ആയിട്ടിരിക്കും പോകും. അതുപോലെ തന്നെ അപ്പോൾ പ്രഷർ കുറയ്ക്കുമ്പോൾ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ഗ്യാസ് ആയിട്ട് മാറുവാണ് ചെയ്യുക. ഇത് റിവേഴ്സിബിൾ ആണ്. നമുക്ക് എയറോസോൾ പ്രിപ്പറേഷനിൽ നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ലോക്കൽ അനസ്തെറ്റിക്, സ്റ്റിറോയിഡ്സ്, ആന്റിസെപ്റ്റിക് അങ്ങനെയുള്ള സാധനത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ആസ്മയ്ക്കൊക്കെ നിങ്ങൾ എയറോസോൾസ് ഒക്കെ ഉപയോഗിച്ച് കണ്ടിട്ടില്ലേ, അതാണ്. മറ്റേ ഇൻഹേലേഴ്സ് അല്ല, എയറോസോൾ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. സോ നമ്മൾ കമ്പോഷൻ ഓഫ് പ്രൊപ്പലൻ എയറോസോൾസ് ഉണ്ട്. സോ പ്രൊപ്പലൻസ് ഏതൊക്കെ ഉപയോഗിക്കാം, നമുക്ക് എല്ലാ പ്രൊപ്പലൻസും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രൊപ്പലൻസ് ആണല്ലോ നമുക്ക് തള്ളി പുറത്തേക്ക് വിടുന്നത്. അതായത് ഈ ഒരു എയറോസോൾ ആണെങ്കിൽ, ഇത് ലിക്വിഡ് ഉണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് തള്ളി വിടണമെങ്കിൽ ഇതിനകത്തൊരു പ്രഷർ വേണം, അല്ലാതെ പുറത്തേക്ക് വരില്ലല്ലോ. അപ്പം ആ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടും ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു പ്രൊപ്പലന്റ് കേട്ടോ. So liquid that form gas at normal atmospheric conditions such as hydrocarbon,
CFC, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ കണ്ടെയ്നർ ആണെങ്കിൽ നിർബന്ധമായിട്ടും പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. കാര്യം ഇത്രയും ഒരു കുഞ്ഞു കണ്ടെയ്നറിനകത്ത് ഇത്രയും പ്രഷർ കൊടുത്ത് നമ്മൾ കയറ്റുമ്പോൾ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റണ്ടേ. ഇനി വാൽ സിസ്റ്റം ആണെങ്കിൽ കൺട്രോൾ ദ റിലീസ് ഓഫ് ദ എയറോസോൾ. സോ നമുക്ക് അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ഇവിടെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത് വരയ്ക്കാൻ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുക. സോ ഇവിടെ കണ്ടോ പുറത്തെ കണ്ടെയ്നർ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിത് കൂടുതൽ പഠിക്കും കേട്ടോ, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കൂടുതലായിട്ട് നിങ്ങൾ അങ്ങോട്ട് പഠിക്കും. പക്ഷേ ഇപ്പം അത്രയും പഠിക്കണം, ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോയാൽ മതിയായിരിക്കും. ഇനി ടൈപ്പ് ഓഫ് ഇൻഹലേറ്റേഴ്സിൽ 3 ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് മീറ്റർ ഡോസ് ഇൻഹലേറ്റേഴ്സ്. സോ ഇവിടെ മീറ്റർ ഡോസ് മീൻസ് എന്തായിരിക്കും, നമുക്ക് പ്രോപ്പർ ആയിരിക്കും. നമുക്ക് ഒരു പഫിൽ എത്ര എണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ 2 പഫിൽ എത്ര ഉണ്ടാവും, അതുപോലെ മീറ്റേർഡ് ആയിരിക്കും. ഡ്രൈ പൗഡർ ഇൻഹെൽസ്, അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രൊപ്പലൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയറക്ട്ലി അങ്ങ് അടിക്കാൻ പറ്റും. ഡ്രൈ പൗഡേഴ്സ് ആണ്. ഇത് സോഫ്റ്റ് വൺ ഈസ് സോഫ്റ്റ് മിസ്റ്റ് ഇൻഹലേറ്റേഴ്സ് ആണ്. സോ ഇവിടെ ഫൈൻ മിസ്റ്റ് ആയിട്ടായിരിക്കും പുറത്ത് പോവുക. ഇനി നമുക്ക് ഓരോന്നിട്ട് നോക്കിയാലോ. ദ ഫസ്റ്റ് വൺ ഈസ് മീറ്റർ ഡോസ് ഇൻഹലേറ്റേഴ്സ് ആണ്, MDIS. സോ ഇവിടെ നമ്മൾ പ്രൊപ്പലന്റുകൾ ഉപയോഗിക്കാറുണ്ട്. സിംഗിളോ അല്ലെങ്കിൽ കോമ്പിനേഷൻ മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഡ്രൈ പൗഡർ എന്ന് വെച്ചാൽ ഇവിടെ പ്രൊപ്പലന്റ് ആവശ്യമേ ഇല്ല, സിംപ്ലിഫൈഡ് ടെക്നിക്കാണ്, പേഷ്യൻസിന് കമ്പാക്റ്റബിൾ ആണ്, പിന്നെ ഹയർ ഡ്രഗ് ഡെപ്പോസിഷൻ ലങ്സിൽ അടങ്ങും. കാര്യം എന്താണ്, ഡ്രൈ പൗഡർ അല്ലേ, നമ്മൾ ഒറ്റ അടി അടിക്കുമ്പോഴത്തേക്ക് കുറച്ചങ്ങ് അകത്തേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുക. സോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എലിപ്റ്റ, ഡിസ്കൂസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വൺ സോഫ്റ്റ് മിസ്റ്റ് ഇൻഹലേറ്റേഴ്സ് ആണ്, SMIs ആണ്. സോ ഇവിടെ ഫൈൻ മിസ്റ്റ് ആയിട്ടായിരിക്കും പോവുക. ബേസിക്കലി മെക്കാനിക്കൽ നമുക്ക് അത്യാവശ്യമാണ്, നമ്മൾ പുറത്തൂടെ തള്ളി കൊടുക്കണം, അങ്ങനെ മെക്കാനിക്കലി ഒന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ്, റെസ്പിമേറ്റ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ DPIs, അതായത് ഡ്രൈ പൗഡർ ഇൻഹലേറ്റേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. സോ പ്രൊപ്പലൻസിന്റെ ആവശ്യമില്ല, ലങ്സിൽ ഒരുപാട് ഡ്രഗ് അവിടെ എത്തും, പിന്നെ നമുക്ക് കൺസിസ്റ്റന്റ് ഡോസ് ഡെലിവറി, നമുക്ക് എത്രയാണോ മരുന്ന് വേണ്ട അത്രയും മരുന്ന് അവിടെ എത്തുന്നു. ലോ സിസ്റ്റമിക് സൈഡ് എഫക്റ്റ് ആണ്, അങ്ങനെ അധികം സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ കാണിക്കാറില്ല. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്താ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? ദ റേഷ്യോ ഓഫ് ദ partial pressure of water vapor to the equilibrium vapor pressure of water at a given temperature. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മിക്കവാറും ആൾക്കാർ തെറ്റിക്കും. ദ റേഷ്യോ ഓഫ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. സോ വാട്ടർ വേപ്പറിന്റെ പാർഷ്യൽ പ്രഷർ ആണ് റേഷ്യോ ഓഫ് ദി എന്താണ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ടു ദ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ. എന്താണ് ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ. പിന്നെ ചോദിക്കുന്ന റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പറും ആൻഡ് ടു ദ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷറാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നോർമലി % RH = P/Pg × 100 ആണ്. P means actual partial pressure of water vapor present in ambient. PG means saturation pressure of the water temperature to the ambient of the ambient ആണ്. ആ രണ്ടെണ്ണമാണ് പറയുന്നത്. സോ ബേസിക്കലി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒക്കെ മിക്കവാറും ഒക്കെ അതിൻ്റെ ഡെഫിനേഷൻ ഒക്കെ ആയിട്ട് ചോദിച്ച് നമ്മൾ കാണാറുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ, പിന്നെ മിക്കവാറും ഒക്കെ കാണാറുണ്ട്. സോ RH = P/Pg × 100 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടെമ്പറേച്ചറും പ്രഷറും ഡിപ്പെൻഡൻ്റ് എന്ന് വിചാരിക്കുക കേട്ടോ. സോ നോർമൽ നമ്മൾ പെർസെൻറ്റേജിലാണ് നമ്മളിത് എക്സ്പ്രസ് ചെയ്യുക. ഹയർ പെർസെൻറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോർ ഹ്യൂമിഡിറ്റി. ബേസിക്കലി ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പെർസെൻറ്റേജ് RH കൂടുതലാണെങ്കിൽ എന്താണ്, മോർ ഹ്യൂമിഡിറ്റി ഉണ്ടെന്നാണ് അർത്ഥം. ബേസിക്കലി P/Pg × 100 ആണ്. സോ വേപ്പർ കോൺസെൻട്രേഷൻ ഓർ ആബ്സൊല്യൂട്ട് ഹ്യൂമിഡിറ്റി, ഇവിടെയും റേഷ്യോ ആണ്, പക്ഷെ എന്തിൻ്റെയാണ്, ഓഫ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രഷർ MW to the volume occupied by the mixture. So ഇവിടെ എന്തൊക്കെയാണ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പറും ടു ദ വോളിയം ഓഫ് ഓക്യുപ്പൈഡ് ബൈ ദ മിക്സർ. D = MW/V ആണ്. സോ നമ്മൾ ബേസിക്കലി ഗ്രാംസ് പെർ m³ നമ്മൾ ബേസിക്കലി പറയുക. സോ നമ്മൾ PV = nRT ഇക്വേഷൻ ഇല്ല, അത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി PV = nRT നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ബേസിക്കലി ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടേംസുകൾ പഠിച്ച് ഇപ്പോൾ തന്നെ പോവുക. അത് നിങ്ങൾ എപ്പോൾ ഏത് പാതിരാത്രി ചോദിച്ചാലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, അധികം ഒന്നുമില്ല. എയറോസോളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഒന്നുമില്ല. ബാക്കി ലോ പഠിക്കുക അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടേം പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇച്ചിരി പാടായിട്ട് വരിക. സോ നെക്സ്റ്റ് പാർട്ടും കൂടെ ഉണ്ട്, അതോടെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ ഫുൾ കഴിയും. നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് വേണം അടുത്ത മൊഡ്യൂൾ പഠിക്കാൻ, ഇല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയിപ്പോകും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.